അത് കുട്ടനായരല്ലേ? എടോ എടോ അവിടെ നിക്കടോ. ദൈവമേ, തള്ളയുടെ ചെക്കൻ്റെ പെണ്ണൊക്കെ പറഞ്ഞ് മറന്നല്ലോ ദൈവം. നമസ്കാരം. ഭാർഗവമ്മ വിളിച്ചായിരുന്നോ? നാളായില്ലേടോ. എന്റെ ഉണ്ണിക്കൊരു തറവാട്ടി പറഞ്ഞ ഐശ്വര്യമുള്ളൊരു കുട്ടി ആലോചിച്ച് തന്റെ പുറകെ ഞാൻ നടക്കണു. ദമ്പടി എണ്ണി വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഞാന് ഇല്ലത്തോട്ട് ഇറങ്ങണമെന്ന് നിരീക്ഷിച്ചിരിക്കായിരുന്നു, സമയം കിട്ടിയില്ല. അതെയോ? അപ്പൊ ഏതോ ബന്ധം ഒത്തു വന്നിട്ടുണ്ടെന്നല്ലേ? ഞാനൊരു പെണ്ണിന്റെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്. 100-ല് 100 പൊരുത്തം. 100-ല് 100? അതൊരാവേശത്തിന് പറഞ്ഞതാ. 10-ൽ 10 പൊരുത്തം. ആട്ടെ, കുട്ടി കാണാൻ എങ്ങനെയുണ്ട്? എന്താ ഉദ്യോഗം? സാമൂഹ്യ മാധ്യമ പ്രവർത്തകയാണ്. സകല കലാ വല്ലഭ, അതിലുപരി ദൈവവിശ്വാസി. ഏതു നേരവും ദൈവമേ ദൈവമേ എന്നൊരു വിളിയാ. ശിവ ശിവ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. ആട്ടെ, കുട്ടി ഏതില്ലത്തെയാ? നോട്ടിയേടത്തില്ലത്തെ അമൃതേഥൻ നമ്പൂതിരിയുടെ ഒറ്റ മകളാ. നോട്ടിയെടുത്തില്ലോ? അങ്ങനെ ഇല്ലത്തെ കുറിച്ച് കേട്ടിട്ടില്ല. പേര് കേട്ട തറവാടല്ലേ? ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാ വരി വരിയായി നിൽക്കുന്നത് ആ ഇല്ല ഒന്ന് കാണാൻ. അതെയോ? എല്ലാം എന്റെ ഉണ്ണിയുടെ ഓരോ ഭാഗ്യം. ആട്ടെ, കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ ഒന്ന് കാണാൻ? ഇതാ കുട്ടി. നല്ല ഐശ്വര്യമുള്ള കുട്ടി. നേരി കാണാൻ കൊതിയാണു. മുഹൂർത്തം നോക്കി നമുക്ക് അത്രയുടെ വരെ ഒരു ദിവസം പോണം. പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോ വണ്ടിക്കൂലിക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. വഴിച്ചെലവിന് തന്ന് ഇല്ലൊരു വഴിയേ. ഈ ബന്തെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. എന്റെ ദേവിയേ, ഇതൊന്ന് നടത്തി തന്നേക്കണേ നീ. നടക്കും, ഈ ബന്ധം എന്തായാലും നടക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ദൈവമേ, ഇനി ഈ ഇല്ലത്തേക്കുള്ള ഫോട്ടോ എങ്ങനെ ഒപ്പിക്കണേ? ഹലോ. ദൈവവിശ്വാസിയായ നല്ലൊരു കുട്ടിയുണ്ട് എൻ്റെ കയ്യില്. ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയക്കാം, നോക്കിയിട്ട് പറയൂ. പിന്നെ എൻ്റെ വഴിച്ചെലവിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഞാനിപ്പോ അങ്ങോട്ടേക്ക് എത്താം. ആയിക്കോട്ടെ.